തമിഴർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ 2026 തമിഴകത്ത് അധികാരത്തിലെത്തുമെന്ന് തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ് ദ്രാവിഡ രാഷ്ട്രീയം. പല മഹാരഥന്മാരും വാഴുകയും വീഴുകയും ചെയ്ത രാഷ്ട്രീയം. ദ്രാവിഡ രാഷ്ട്രീയത്തിലെ സിനിമാ ചരിത്രം തുടങ്ങുന്നത് അണ്ണാദുരയിൽ നിന്നാണ്. സ്റ്റാലിൻ അടക്കം തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായവർക്കെല്ലാം സിനിമാ ബന്ധമുണ്ട്. സ്ക്രീനിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും അവർ തിളങ്ങി. കാലിടർ വീണവരുമുണ്ട്. എല്ലാ ജാതി വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ പൊതു സ്വീകാര്യതയുള്ള വ്യക്തികൾ സിനിമാക്കാരാകുന്നത് സ്വാഭാവികം. രാഷ്ട്രീയ സാധ്യതകൾ തേടി കമൽഹാസനും രജനീകാന്തും ഇറങ്ങി. ഇപ്പോൾ വിജയിയും. തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ ദ്രാവിഡം പേരിലില്ല. രാഷ്ട്രീയത്തിലെത്തുന്ന താരങ്ങളുടെ പതിവ് പ്രഖ്യാപനം പോലെ അഴിമതിക്കെതിരായ പോരാട്ടമാണ് ദളപതിയും ലക്ഷ്യമിടുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നാട്ടിൽ വിഭജന രാഷ്ട്രീയത്തിനെതിരെയും ജാതിരഹിത ഭരണ സംവിധാനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. AIDMKയിൽ നിന്നും DMKയിലേക്കുള്ള രാഷ്ട്രീയ മാറ്റം പലതരത്തിൽ മുൻപേ സൂചനകളിലൂടെ പ്രകടമായിരുന്നു. വീണ്ടും ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകൾ ചർച്ചയായതോടെ DMK പോലും ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടി വന്നതും നാം കണ്ടതാണ്. MK സ്റ്റാലിനു ശേഷം ഉദയനിധി സ്റ്റാലിൻ DMKയുടെ മുഖമായി മാറുന്നു. സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഉദയനിധി ഉപമുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. പുതുതലമുറയ്ക്ക് വഴി തുറന്നു നൽകുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങുകയാണ്. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. 1957 ആദ്യ തിരഞ്ഞെടുപ്പിൽ 15 സീറ്റ് മാത്രം നേടി അധികാര രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച DMKയുടെ പ്രധാന എതിരാളി കോൺഗ്രസ് ആയിരുന്നു. 75 വർഷങ്ങൾക്കിപ്പുറം പുതുതലമുറയ്ക്ക് വഴി തുറന്നു നൽകുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങുകയാണ്. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സിനിമയും സാഹിത്യവും ഇഴചേർന്നു നിൽക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയം ഇനി എങ്ങോട്ടെന്ന ചോദ്യവും പ്രസക്തമാണ്. തലമുറ മാറ്റങ്ങൾക്ക് എല്ലാ തലമുറകളും സാക്ഷ്യം വഹിച്ച രാഷ്ട്രീയ മണ്ഡലം കൂടിയാണ് ദ്രാവിഡ രാഷ്ട്രീയം. അതാത് കാലഘട്ടത്തിലുണ്ടായ തലമുറ മാറ്റങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിന് കരുത്ത് പകർന്നിട്ടുണ്ട്. കരുണാനിധി എന്ന തണലിൽ നിന്ന് പുറത്തു വന്ന് DMKയെയും സർക്കാരിനെയും നയിച്ച് മികവ് തെളിയിച്ചാണ് സ്റ്റാലിൻ തലമുറ മാറ്റത്തിന് പച്ചക്കൊടി വീശുന്നത്. എന്നാൽ പ്രകടമായ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്ന തമിഴ്നാട്ടിൽ DMKയുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഉദയനിധിക്ക് എന്ത് നൽകാൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമാണ്. DMKയുടെ ഏറ്റവും സുരക്ഷിതമായ സീറ്റുകളിലൊന്നായ ചെന്നൈയിലെ ചെപ്പോക് തിരുവല്ലിക്കേനിയായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദയനിധിയെ മത്സരിപ്പിച്ചത്. തന്റെ വിജയം ഫലത്തിൽ ഉറപ്പാക്കിയായിരുന്നു മത്സരം. സ്റ്റാലിൻ മുഖ്യമന്ത്രിയായതിനു ശേഷവും മാസങ്ങളോളം സാധാരണ MLA ആയി ഉദയനിധി തുടർന്നതുപോലും അദ്ദേഹത്തിന്റെ പഠനകാലമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനുശേഷമാണ് ഉദയനിധി ക്ഷേമ കായിക വികസന വകുപ്പുകളുമായി മന്ത്രിയായി ചുമതലയേൽക്കുന്നത്. സനാതൻ ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പരാമർശം ഉദയനിധിയെ ദേശീയ ശ്രദ്ധയിലെത്തിച്ചു. സനാതന ധർമ്മത്തിനെതിരായ പരാമർശത്തോട് പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ രംഗത്തെത്തിയത് ഉദയനിധിയുടെ മൈലേജ് വർദ്ധിപ്പിച്ചു. കരുണാനിധി എന്ന തണലിൽ നിന്ന് പുറത്തു വന്ന് DMKയെയും സർക്കാരിനെയും നയിച്ച് മികവ് തെളിയിച്ചാണ് സ്റ്റാലിൻ തലമുറ മാറ്റത്തിന് പച്ചക്കൊടി വീശുന്നത്. എന്നാൽ പ്രകടമായ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകൾ നൽകുന്ന തമിഴ്നാട്ടിൽ DMKയുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഉദയനിധിക്ക് എന്ത് നൽകാൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമാണ്.